1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. പകർച്ചവ്യാധികൾ പടരാൻ മറ്റെങ്ങും പോകേണ്ടതില്ല. എടവണ്ണയിലെ ചാലിയാറിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ മതി. ദിനംപ്രതി ചാക്ക് കണക്കിലേറെ മാലിന്യങ്ങളാണ് എടവണ്ണയിലെ വലിയ തോട്ടിൽ കുമിഞ്ഞുകൂടുന്നത്. എടവണ്ണ ഗ്രാമപഞ്ചായത്തിന് സമീപത്തുള്ള വലിയ തോട് ശാപമോക്ഷം തേടുകയാണ്. വർഷങ്ങളായി എടവണ്ണ ജമാലങ്ങാടിക്ക് സമീപമുള്ള വലിയ തോടിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞൊഴുകുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിയ തോതിൽ തള്ളുന്നത് കാരണം നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയ തോടിന്റെ ഒഴുക്ക് പലയിടത്തും പൂർണ്ണമായും നിലച്ച നിലയിലാണ്. നേരത്തെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിച്ച് ബാക്കി വന്ന മണ്ണും വലിയ തോട്ടിലേക്കാണ് തള്ളിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് നിലക്കുകയായിരുന്നു. മാലിന്യങ്ങൾ നിറയുമ്പോൾ സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലും ചർച്ച ചെയ്യുമ്പോൾ താൽക്കാലികമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇതുവരെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിനോ ആരോഗ്യവകുപ്പിനോ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലും പകർച്ചവ്യാധികൾ മൂലമുള്ള രോഗികളും കുറവൊന്നുമല്ല. പുറത്തുനിന്ന് വരുന്നവരും വ്യാപാരികളും ബിൽഡിങ്ങിന് മുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളും രാത്രി സമയങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ മാലിന്യം കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ തള്ളുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കൂൾ ബാറുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ട് തള്ളും. ഞങ്ങളിവിടെ ഒരു 8 മണിയോളം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പോയതിൻ്റെ ശേഷമാണ് ഈ മാലിന്യമൊക്കെ ഇവിടെ കൊണ്ട് തള്ളുന്നത്. ഞങ്ങളിവിടെ നിന്ന് ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പല വാസനകളും ഇവിടുന്ന് വരുന്നുണ്ട്. ഞങ്ങളിതിൽ പ്രതികരിച്ചിട്ടൊന്നും ഇതുവരെ പഞ്ചായത്തോ ഇവിടുത്തെ ആരോഗ്യ വകുപ്പോ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ 2-3 വട്ടം ഞങ്ങളെ വീഡിയോ എടുത്ത് വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ പല പല അസുഖങ്ങളും കോളറ, മഞ്ഞപ്പിത്തം അതൊക്കെ പടർന്നുന്ന സ്ഥിതിക്ക് ഇതിനൊരു തീരുമാനം ഇവിടുത്തെ അധികൃതർ എടുത്തു തരണം. ആരോഗ്യവകുപ്പായാലും വേണ്ടിയില്ല, പഞ്ചായത്തായാലും വേണ്ടിയില്ല. ഞങ്ങൾക്കിവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്കൂടെ വന്നാൽ ഒരു 8-8:30 വരെ ഞങ്ങൾ ഈ പരിസരത്താണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഈ മാലിന്യം ശ്വസിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ആക്കിത്തരാം. മാലിന്യം പോണത് ചാലിയാർ പുഴയിലേക്കാണ് ഒഴുകിപ്പോണത്. ഇത് പല ഈ ശുദ്ധജല വകുപ്പിലും പലതിലും ഈ വെള്ളം ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന് തീരുമാനം എടുത്തരണം. ഇവിടെ ഞങ്ങൾ ഒരുപാട് വട്ടം ഈ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ പല വാട്സപ്പ് ഗ്രൂപ്പിൽ കെട്ടിയിനി. പക്ഷേ ഇതുവരെ ഇതിന് തീരുമാനം ആയിട്ടില്ല. ചാലിയാറിലേക്കുള്ള പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലൊന്നാണ് വലിയ തോട്. തോടിന്റെ നാശം സമീപ പ്രദേശത്തുള്ള കൃഷിയിടങ്ങൾക്കും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കട്ടച്ചിറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത് വലിയ തോടിനെ ആശ്രയിച്ചാണ്. തോടിന്റെ മോക്ഷം പഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും ഏറെ ഗൗരവമായി കാണണമെന്നും എടവണ്ണയിലെ പരിസരവാസികൾ പറഞ്ഞു. മലയങ്ങാടി തോട്ടിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ അത് ഒഴുകി പോണത് ഫുള്ള് ഇവിടെ ആൾക്കാർ കെട്ടിക്കിടക്കാണ്. ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് തട്ടുന്നതൊക്കെ ഈ തോട്ടിലാണ്. ഇത് എന്നിട്ട് ആകെ ഒഴുകി പോണതും അവിടെ നിന്ന് കണ്ട് മാലിന്യമായിട്ട് കണ്ട് ഇവിടെ ഇരിക്കാനും കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ആകെ സ്മെല്ലടിച്ചുകൊണ്ടും കൊതുകും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഈ വേസ്റ്റ് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം അതിനുള്ളതുവരെ ആരും ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ആരോഗ്യ വകുപ്പായാലും പഞ്ചായത്തായാലും ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്തു തരികയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും നമുക്ക്, അല്ലേ? ആകെ മഞ്ഞപ്പിത്തം ഒരുപാട് രോഗങ്ങളുള്ള സംഗതിയാണല്ലോ ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ക്ലീനിങ് പോലും അവിടെ ചെയ്യാതെ ഇപ്പോഴും മാലിന്യങ്ങൾ കൂടി നിൽക്കുകയാണ്. അവിടെ ഇപ്പോഴും കെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ ഇതിനൊരു അന്തിമ തീരുമാനം ഞങ്ങൾക്ക് ഇവിടെ കണ്ടെത്തി തരണം. മാലിന്യങ്ങൾ നിറഞ്ഞ വലിയ തോടിന്റെ പലയിടങ്ങളിലും ഒഴുക്കു നിൽക്കുന്നത് തോടിന്റെ ഗതി മാറി സഞ്ചരിക്കുന്നതും കൃഷിയെ കാര്യമായി തന്നെ ബാധിക്കുന്നുവെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. തോടിന് അടിയന്തരമായ രക്ഷാപദ്ധതി ഒരുക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. പഞ്ചായത്ത് തലത്തിൽ ഹരിതകർമ്മസേന, അജൈവ മാലിന്യ സംസ്കരണ പദ്ധതികളുമുണ്ടെങ്കിലും ചാലിയാറിന്റെ തീരങ്ങളിലടക്കം പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും ഇന്നും മാലിന്യങ്ങൾ കണക്കിലേറെ കുമിഞ്ഞുകൂടുന്നതായാണ് കണ്ടുവരുന്നത്. മഞ്ഞപ്പിത്തം, കോളറ, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ മൂലം ജില്ലയിൽ മരണം വരെ സംഭവിക്കുമ്പോഴും ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവകുപ്പിന്റെയും കൺമുന്നിൽ തന്നെ വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ തോട് പോലുള്ള ചാലിയാറിന്റെ തീരങ്ങളിൽ നിറഞ്ഞൊഴുകുമ്പോഴും ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ഇതിനെതിരെ കണ്ണടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.